നഗരസഭയിലെ കരുമം വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ഇവിടുത്തുകാരുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ എനിക്കൊപ്പമുള്ളത്. GS ആശാനാഥ്. ആശയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ല. അതായത് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ വൈറൽ താരം കൂടിയാണ്. വൈറൽ താരം എനിക്കൊപ്പം ചേരുന്നു. കരുമത്തെ ആയിരവല്ലി ക്ഷേത്രത്തിലാണുള്ളത്. ജനങ്ങൾ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. തീർച്ചയായിട്ടും 100% ജനങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നമ്മൾ ഓരോ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോഴും അവരെല്ലാവരും വളരെയധികം നല്ലൊരു റെസ്പോൺസ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും BJP തന്നെ ഇവിടെ വീണ്ടും പുതിയ വാർഡാണ്. അതുകൊണ്ട് ആദ്യത്തെ കൗൺസിലർ BJPയുടെ കൗൺസിലർ തന്നെ ആയിരിക്കണമെന്ന് ഓരോ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പ്രതീക്ഷയിടുന്നു. കഴിഞ്ഞ 2 തവണയും പാപ്പനംകോട് നിന്നാണ് വിജയിച്ചത്. ഇതിപ്പോൾ പുതുതായി രൂപപ്പെട്ട വാർഡാണ്. അപ്പോൾ കരുമത്തെ ജനങ്ങളും കരുമം, കൈമനം, പാപ്പനംകോട്, ഇടഗ്രാമം ഇതൊക്കെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. എല്ലാവരും പരിചയക്കാരാണ്, അടുപ്പക്കാരാണെന്നറിയാം. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളും പാപ്പനംകോട്ടെ നിവാസികളെ പോലെ തന്നെ അനുഗ്രഹിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. കാരണം നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും അവരെല്ലാവരും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു കൗൺസിലർ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവനന്തപുരം നഗരസഭയിൽ കരുമം വാർഡിലെ ആദ്യത്തെ ജനപ്രതിനിധി BJPയുടെ ഒരു ജനപ്രതിനിധി തന്നെ ആയിരിക്കും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ലാത്ത കാര്യം തന്നെയാണ്. ഇവിടുത്തെ ഈ ജനങ്ങളുമായി പ്രചാരണ വേളയിലൊക്കെ തന്നെയും സംസാരിക്കുന്ന സമയത്ത് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ നാടിനാവശ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നടന്ന പ്രചാരണത്തിൽ? ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ചെല്ലുമ്പോൾ ആളുകൾ ആവശ്യപ്പെട്ടുള്ള ഏറ്റവും കൂടുതലുള്ള കാര്യം തന്നെ ഇവിടുത്തെ ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ ഇല്ലായ്മ തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ പല സ്ഥലത്ത് നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, പുഞ്ചക്കരി മുകളിലോട്ടുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ നമുക്ക് നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലുള്ള റോഡുകളാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി എല്ലാം തന്നെ ജനപ്രതിയായി വന്ന ഉടനെ തന്നെ പുഞ്ചക്കരി പ്രദേശത്തെ, പുഞ്ചക്കരി മധുപ്പാലം ആ ഭാഗത്ത് വരുന്ന പ്രദേശത്തെ ചെയ്യാത്ത റോഡുകളെല്ലാം തന്നെ ചെയ്യുക എന്നുള്ളതിനുള്ള അതിനുള്ള എസ്റ്റിമേറ്റ് എടുക്കുന്ന നടപടിയായിരിക്കും ആദ്യം വന്ന ഉടനെ തന്നെ ചെയ്യുന്ന കാര്യം. അതിനുശേഷം ചില മേഖലയിൽ ചെന്നപ്പോൾ കുടിവെള്ള പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുടനെ തന്നെ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നത് കുടിവെള്ളത്തിൽ ക്ഷാമം പരിഹരിക്കുന്നതിനുള്ള തന്നെ ആയിരിക്കും. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് ഇവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ. ബാക്കി ഒക്കെ നമ്മൾ പഠിച്ചിട്ട് വഴിയെ ബാക്കിയെല്ലാം ചെയ്യുന്നതായിരിക്കും. ഇൻട്രോയിൽ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, വൈറൽ സ്ഥാനാർത്ഥിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്രയും അധികം ഫോളോവേഴ്സുള്ള പക്ഷേ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ കഴിഞ്ഞാൽ ആ നഗരസഭയിൽ തന്നെ ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ള ഫോളോവേഴ്സും ഫാൻ പേജും ഒക്കെ ഉള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ പ്രചരണം അത് വലിയ തോതിൽ പ്രയോജനപ്പെടുമെന്നുള്ള വിശ്വാസമാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും സോഷ്യൽ മീഡിയ തന്നെയാണല്ലോ പലപ്പോഴും നമ്മുടെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. സോഷ്യൽ മീഡിയ തന്നെയാണ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അത് ചെല്ലുമ്പോൾ പല ആളുകളും പറയുന്നത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങൾ നമുക്കിപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുവാൻ സോഷ്യൽ മീഡിയ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാ ആളുകൾക്കും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതും സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ അത് തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ പല ആളുകളും പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആശ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു വലിയൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയ വഴി എനിക്ക് വളരെ ഈ ഒരു പുതിയ വാർഡിൽ വന്നപ്പോൾ അതൊരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിട്ടുള്ളത്. അതൊരു തെരഞ്ഞെടുപ്പിന് എനിക്ക് വളരെ അധികം മുന്നോട്ട് പോകാൻ സാധിക്കും. സിറ്റിംഗ് സീറ്റുകളിൽ പലതും BJP ആണ് ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 35 സീറ്റുകളിൽ നിന്ന് എത്ര സീറ്റായി വർദ്ധിപ്പിക്കാൻ കഴിയും? തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ നമുക്ക് 35 സീറ്റായത്. ഇപ്രാവശ്യം അതിന് ഇരട്ടി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങൾക്കും അത് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ വരുന്ന മേയർ ഭാരതീയ ജനതാ പാർട്ടിയുടെ മേയർ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യം തന്നെയാണ്. മേയർ ആര്യ രാജേന്ദ്രനൊപ്പം കൗൺസിലുണ്ടായിരുന്ന കൗൺസിലർ കൂടിയാണ് ആശാനാഥ്. അപ്പോൾ മേയറുടെ പ്രവർത്തനത്തെ രാഷ്ട്രീയമായും അല്ലാതെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത്രയും ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ധിക്കാരവും ധാർഷ്ട്യവും നടന്ന ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടില്ല നാളിതുവരെ. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇത്രയും കെടികാരസ്ഥതയും അഴിമതിയും നിറഞ്ഞൊരു ഭരണസമിതി നാളിതുവരെ തിരുവനന്തപുരം നഗരസഭ കണ്ടിട്ടില്ല. കാരണം നമ്മൾ കൂടെയുള്ള കൗൺസിലർമാരെ പോലും പരിഗണിക്കാതെ അവരവരുടെ ആവശ്യങ്ങളുമായിട്ട് തിരുവനന്തപുരം നഗരസഭയിലേക്ക് ചെല്ലുമ്പോൾ അവർ പറയുന്നൊന്നും കേൾക്കാൻ പോലും തയ്യാറാവാതെ അതിനുവേണ്ടി ചർച്ചയ്ക്ക് എണീക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്ന ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നു ഇതുപോലൊരു മേയർ നടത്തിയ ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഇതുപോലൊരു മേയറും ഇതുപോലൊരു ഭരണസമിതി തിരുവനന്തപുരം നഗരത്തിൽ ഇനി ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണയുമായിട്ട് വോട്ട് ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
ഇവിടെ ഒപ്പമുള്ള എതിർ സ്ഥാനാർത്ഥികളെ, എതിരാളികളെ എങ്ങനെയാണ് കാണുന്നത്? അവരും ശക്തരാണോ? തീർച്ചയായിട്ടും ഒരാളെ നമ്മൾ വില കുറിച്ച് കാണുന്നില്ല. എല്ലാവരും നല്ല ശക്തരാണ്. രണ്ട് ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ്സും നല്ല ശക്തരായിട്ടുള്ള കാൻഡിഡേറ്റ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളും നല്ല രീതിയിൽ, കാരണം ഒരു പോരാട്ടമാണ്, ഒരാൾ വിജയിക്കും. അപ്പോൾ നമ്മളെല്ലാവരും ശക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നല്ലതായിട്ട് രീതിയിൽ പ്രവർത്തനം നടക്കുകയാണ്. എല്ലാ വിജയാശംസകളും നേരുന്നു. പുതുതായി രൂപം കൊണ്ട കരിമം വാർഡ് ആശാനാഥിലൂടെ ഭദ്രമാണ് എന്നുള്ള ഉറപ്പും വിശ്വാസവുമാണ് BJPക്കുള്ളത്. അതിൻ്റെ ആ ഒരു ഉറപ്പ് അതങ്ങനെ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ പ്രവർത്തകർക്ക് കൂടിയുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.